ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ട് ഒരു സൂര്യകാന്തി പാടം കാണാൻ ഇറങ്ങിയിരിക്കും. ഈശ്വര, ഗൂഗിൾ മാപ്പിന് വഴി തെറ്റല്ലേ. ഗൂഗിൾ മാപ്പ് ചതിക്കാത്തത് കൊണ്ട് തന്നെ ഏതൊക്കെയോ കുഞ്ഞു വഴികളൊക്കെ കയറി ഞങ്ങൾ ഇവിടെ എത്തി. ഇത് തൃപ്പൂണിത്തുറയിലുള്ള കണ്ടനാണെന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുത്തെ സൂര്യകാന്തി പാടം കുറച്ച് ഫേമസ് ആണ്. വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് അധികം ആരും കാണില്ല എന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് തെറ്റി. ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ആളുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ ചീരയൊക്കെ കൃഷി ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ജമന്തി പൂവൊക്കെ ഉണ്ട് രണ്ട് സൈഡിലൊക്കെ ആയിട്ട്. അവിടെ ചെന്നിട്ട് സൂര്യകാന്തി പാടത്തിലേക്ക് കയറാൻ ഒരാൾക്ക് 20 രൂപ വെച്ച് ഫീസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. ഇവിടെ കാണാൻ നല്ല രസമാണ് കേട്ടോ. പൂ ഇപ്പൊ ഇച്ച് കുറവാണെന്ന് തോന്നുന്നു. കുറച്ചു നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവരുടെ കൃഷിത്തോട്ടത്തിലേക്ക് പോയി. അവരുടെ കൃഷിത്തോട്ടത്തില് പടവലവും മത്തങ്ങയും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പടവലമൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി ആ പാടത്തുകൂടി കുറച്ച് നടന്നു. അവിടെയുണ്ട് കുറേ കൃഷികളൊക്കെ. കുറച്ച് പച്ചക്കറികളൊക്കെ ഇവിടെ പാടത്ത് വിളവെടുക്കാറായിട്ടുണ്ട്. പക്ഷെ അവരെ എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു വരുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഇട്ടേക്കുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് പച്ചക്കറികൾ ഇവിടെ വിൽക്കാനും വെച്ചിട്ടുണ്ട് അവര്. കുറേ ഐറ്റംസ് ഉണ്ടെങ്കിലും ഞങ്ങൾ ഫോക്കസ് ചെയ്തത് തണ്ണിമത്തങ്ങയിലായിരുന്നു. പിന്നെ അവിടെ നിന്നൊരു സ്പെഷ്യൽ തണ്ണിമത്തങ്ങയും കുറച്ച് പച്ചക്കറികളും മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ തണ്ണിമത്തൻ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ തണ്ണിമത്തൻ. ഏറ്റവും മധുരം കൂടിയ തണ്ണിമത്തനാണെന്നാണ് അവർ പറഞ്ഞത്. ഇത് മുറിക്കുമ്പോൾ അകത്ത് ഓറഞ്ച് കളറാണ് കേട്ടോ. ഇങ്ങനത്തെ തണ്ണിമത്തൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അവർ പറഞ്ഞതിൻ്റെ അത്രയും മധുരമൊന്നുമില്ല. എനിക്കൊന്ന് കുറച്ച് വാടിയതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത്ര മധുരം ഫീൽ ചെയ്തില്ല. മധുരം ഉണ്ടോ? പക്ഷെ പച്ചക്കറികളൊക്കെ അടിപൊളിയായിരുന്നു. അത്യാവശ്യം ഒരു വാടിയ ഒരു ടേസ്റ്റ്. ശരിക്കും ഞങ്ങൾ ഈ ഫാമിൽ പോയത് വേദിക്കുട്ടി ഓർത്തിട്ട് തന്നെയാണ്. ഞങ്ങളൊക്കെ കുഞ്ഞിലെ പാടത്തും പറമ്പിലും ഒക്കെ പോയി കളിച്ചതുപോലെ അവനും പോയി കളിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇങ്ങനെയെങ്കിലും അതൊക്കെ അവനും കൂടെ ഒന്ന് കാണട്ടെ.